നമസ്കാരം. ഞാൻ ഡോക്ടർ വിജയ് ജയകൃഷ്ണൻ. ഞാൻ ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയെ പറ്റിയും നമ്മളിവിടെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ചെയ്യുന്ന സർവീസസിനെ പറ്റിയും പ്രത്യേകിച്ച് ഇൻ്റർവെൻഷണൽ റേഡിയോളജി ക്ലിനിക്കിനെ പറ്റിയും ആണ് സംസാരിക്കാൻ പോകുന്നത്. ഈ സംസാരത്തിൽ പങ്കുചേരാനായിട്ട് എന്നോടൊപ്പം എൻ്റെ രണ്ട് കൊളീഗ്സ് ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രോഹിത് നായർ. ഞാൻ ആസ്റ്റർ മെഡ്സിറ്റിയിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്, ആസ്റ്റർ മെഡ്സിറ്റിയിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റാണ്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോറ് തൊട്ട് നമ്മുടെ കാൽപാദം വരെയുള്ള ഏത് അസുഖത്തിനും ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ഒരു റോളുണ്ട്, അതിനൊരു സ്കോപ്പുണ്ട്. ശരീരത്തിലെ വലിയ, അതായത് മേജർ സർജറി, വലിയ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന പല അവസ്ഥകൾക്കും പല കണ്ടീഷൻസിനും ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ അത്തരം വലിയ ശസ്ത്രക്രിയകൾ ഒഴിവാക്കി ചെറിയ, അതായത് മിനിമലി ഇൻവേസീവ് അഥവാ നോൺ ഇൻവേസീവ് എന്ന് പറയുന്ന മെത്തേഡ്സിൽ കൂടി ചികിത്സിക്കാനുള്ള പല പദ്ധതികളും ഇന്നുണ്ട്. അവയെല്ലാം കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട്, പ്രോബബ്ലി ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഇതെല്ലാം കൂടി ചേർന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന ഒരു സ്പെഷ്യാലിറ്റി തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ മോഡേൺ മെഡിസിൻ്റെ പാർട്ടായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ആസ്റ്റർ മെഡ്സിറ്റിയിൽ ഞങ്ങൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി സർവീസസ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളതെല്ലാം കൂടി കുറേ കൂടി ഏകോപിപ്പിച്ച് അതിനെ ഒരു ക്ലിനിക്കൽ ഫോം, അതായത് ഒരു ക്ലിനിക് ബേസ്ഡ് സ്പെഷ്യാലിറ്റി ആയിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അസുഖങ്ങളും ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളെ പറ്റിയിട്ട് ചെറുതായിട്ട് പ്രതിപാദിക്കാം. ഡോക്ടർ രോഹിത്, ഇപ്പോൾ അയോട്ടിക് ഡിസീസസ് അല്ലെങ്കിൽ വാസ്കുലർ ഡിസീസസ്, അതിലാണ് യു ക്യാൻ ടോക്ക് അബൌട്ട് ദാറ്റ്. അതെ, ഈ അയോട്ടിക് ഡിസീസ് പറഞ്ഞാൽ ഇപ്പം ഹാർട്ടിൽ നിന്ന് വരുന്ന ഒരു മഹാധവനി അയോട്ട എന്ന് പറയും. ചിലവർക്കത് ഭയങ്കര സോളൻ ആയിരിക്കും, ഒരു ബലൂൺ പോലെ സോളൻ ആയിരിക്കും. അത് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു മെഷർമെൻ്റ് ഉണ്ട്. ഒരു 4.5 സെൻറ്റിമീറ്ററിന് മേളിലാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണം. അതിനാവശ്യം വർഷങ്ങൾ മുന്നെല്ലാം അത് വലിയൊരു സർജറി ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് മോർ ദാൻ 15 to 20 കേസസ് ഞങ്ങൾ സ്റ്റെൻ ഗ്രാഫ്റ്റ് ഇട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. Some of them come with acute rupture. Yes. Some of them come with just before. Correct. Yeah, almost near death ആയിട്ടാണ് ചില ആൾക്കാർ വരുന്നത്. ആൻഡ് ചെറിയൊരു ഇൻസെഷൻ വെച്ചിട്ട് ഞങ്ങൾ ഈ കാലിൻ്റെ ഒരു ചെറിയൊരു ഇൻസെഷൻ വെച്ചിട്ട് അതുവഴി കയറി സ്റ്റെൻ ഗ്രാഫ്റ്റ് ഇടും. കൺസേണിങ് ഈ അയോട്ട ആംഗിൾ 2 ടൈപ്സ്. ഒന്ന് അയോട്ടിക് റപ്ചർ ആനുറിസം, വേറൊന്ന് ഈ അയോട്ടയുടെ ഈ ബോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിസെക്ഷൻ എന്ന് പറയും. ഈ രക്തം വേറെ വഴി ഓർഗൻസിലേക്ക് പോകും, അയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറയും. ഇതിൽ അക്യൂട്ട് കണ്ടീഷൻസാണ്. അപ്പം ഇതിനൊന്നിക്ക് സർജറി അല്ലെങ്കിൽ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വഴി സ്റ്റെൻഡ് ഇടാം. പിന്നെ അത് പോരാതെ ഞങ്ങളിപ്പം കാലിലേക്ക് പോകുന്ന രക്തോട്ടം, ദി പ്രിവലൻസ് ഓഫ് ആംപുറ്റേഷൻ ഇസ് വെരി ഹൈ ഇൻ ഇന്ത്യ. പീപ്പിൾ ഡു നോട്ട് നോ ദാറ്റ് ദർ ഇസ് കറക്റ്റ് ഡയബറ്റിക് ആൾക്കാർക്ക് അതൊരു വലിയ പോയിൻ്റാണ്. അതായത് നമുക്ക് പലപ്പോഴും ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് കാലിലേക്ക് പോകുന്ന രക്തധമനികളുടെ അസുഖം കാരണം കാല് തന്നെ മുറിച്ച് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അവിടെ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയും. പലപ്പോഴും അതിന് സർജറിയുടെയും കൂടി ഇൻവോൾവ്മെൻറ്റ് വേണം. നമ്മൾ അതിൻ്റെ വേറൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വിത്ത് വാസ്കുലർ സർജൻ, which patients will benefit from opening up of the vessel. Correct, yeah. And we have done a lot of cases where we have saved patients from amputation. They have come near amputation. Where hospital അവർ ഇപ്പം പറയും അത് കാലെടുത്ത് മാറ്റേണ്ടി വരും. And they have come here and we have opened up the arteries. And ഞങ്ങൾക്ക് എത്ര പെട്ടെന്ന് കിട്ടുന്ന അത്ര സക്സസ് റേറ്റ് കൂടുതലാണ്. ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജനറലി നമ്മൾ മെഡിക്കൽ ഇമേജിങ്, അതായത് അൾട്രാസൗണ്ട്, CT, MRI, ആൻജിയോഗ്രാം, ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരാണ് റേഡിയോളജിസ്റ്റ്. ആ മോഡാലിറ്റീസ് എല്ലാം ഉപയോഗിച്ച് തന്നെ ശരീരത്തിലെ അസുഖമുള്ള സ്ഥലങ്ങളിൽ ചെന്നെത്താൻ നമുക്കൊരു ഗൈഡൻസ് കിട്ടുന്നു. നമ്മുടെ ആസ്റ്റർ മെഡ്സിറ്റിയിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കുള്ളത്, നമുക്ക് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏത് സ്വകാര്യ ആശുപത്രിയെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ ശരീരഭാഗത്തിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ആസ്റ്റർ മെഡ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു വലിയ പ്രത്യേകതയാണ്. നമ്മളുടെ അക്യൂട്ടായിട്ടുള്ള പ്രശ്നമുള്ള പേഷ്യൻസ് പലപ്പോഴും നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വഴിയും മറ്റും വരുന്നു. അല്ലാതെ തന്നെ അക്യൂട്ട് അല്ലാതെ സബ് അക്യൂട്ടായിട്ട് ക്രോണിക് ആയിട്ടുള്ള പല കണ്ടീഷൻസും ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം പേഷ്യൻസിൻ്റെ സർവീസ് നമ്മൾ കുറേയും കൂടി സമഗ്രമാക്കി അവർക്കത് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കിൻ്റെ ഉദ്ദേശം.
ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് കണ്ടീഷൻസ്, അതായത് ലിവർ ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ഏരിയയാണ് ലിവർ ആൻഡ് ബിലിയറി ട്രീ ട്രാൻസ്പ്ലാന്റ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയും. ഹെപ്പറ്റോ ബിലിയറി, അതായത് ലിവർ, ബിലിയറി ട്രീ, പാൻക്രിയാസ് മുതലായ ഏരിയകളിലുള്ള അസുഖങ്ങൾ. ഇതൊരു വലിയ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയുടെ ഒരു വലിയൊരു ഫീൽഡാണ്. അതിൽ പലതിനും നമുക്ക് ഇതിൻ്റെ ശരീരത്തിന് പുറത്തുകൂടി നീഡിൽ കടത്തിയിട്ടുള്ള അബ്ലേഷൻ ചികിത്സകൾ, പിന്നെ ലിവറിൻ്റെയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള രക്തക്കുഴലുകളുടെ അസുഖങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ബ്രിജേഷ് അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? അതായത് കരൾ രോഗം എന്ന് പറയുമ്പോൾ സിറോസിസ്, കരൾ വീക്കം. ഈ കരൾ വീക്കം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ കോമണായി കാണുന്ന ഒന്നാണ് കരളിലെ ക്യാൻസർ. അപ്പോൾ കരളിലെ ക്യാൻസർ മുമ്പ് പോലെയല്ല, പണ്ടാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യണം, ഒരു മേജർ സർജറി ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയുടെ ഇത് കൊണ്ട് നമുക്ക് പലപ്പോഴും ചെറിയ സുഷിരങ്ങളിലൂടെ തന്നെ നമുക്ക് ഈ ക്യാൻസറുകൾ ട്രീറ്റ് ചെയ്യാൻ, മുഴുവനായും തന്നെ ട്രീറ്റ് ചെയ്യാൻ, പൂർണ്ണമായും തന്നെ ഭേദമാക്കാൻ സാധിക്കും. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അബ്ലേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി. അത് നമുക്ക് പല തരത്തിലുള്ള എനർജി ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്രയോ അബ്ലേഷൻ പോലത്തെ പലതരം നൂതന ടെക്നിക്കുകളുണ്ട്. ടേസ് അല്ലെങ്കിൽ ടെയർ പോലുള്ള പ്രൊസീജിയർ, അതായത് ആൻജിയോഗ്രാം പോലെ തന്നെ കാലിലെ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് കയറ്റിയിട്ട് ആ ട്യൂമറിന് ഏത് രക്തക്കുഴലാണോ ആ ട്യൂമറിനെ സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് പോർട്ടൽ ഹൈപ്പർടെൻഷൻ, അതെ. കരൾ വീക്കം കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, അതായത് വെള്ളം കെട്ടുക അല്ലെങ്കിൽ അസൈറ്റിസ്, നീര് കെട്ടുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. പല രോഗികൾക്കും പലപ്പോഴായിട്ട് വന്ന് നീര് കുത്തിയെടുക്കുക ഈ സിറോസിസം അല്ലെങ്കിൽ കരൾ വീക്കം കൊണ്ട് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്നതിൻ്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കുറയ്ക്കാനായിട്ട്, ആ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കുറച്ച് നമുക്ക് ആ നീര് വരുന്നത് ഇല്ലാതാക്കാനായിട്ടുള്ള പല ടെക്നിക്കുകളുണ്ട്. അതിലൊന്നാണ് ടിപ്സ് പോലത്തെ പ്രൊസീജിയർ, ടിപ്സ് അല്ലെങ്കിൽ ഡിപ്സ് പോലുള്ള പ്രൊസീജിയർ. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടെ നാൾ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ആൾക്ക് മോർബിഡിറ്റി ഫ്രീ പീരീഡ് കുറച്ചുകൂടെ നമുക്ക് ലെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള പല പ്രൊസീജിയേഴ്സുമാണ് ഈ ടിപ്സ് അല്ലെങ്കിൽ ഡിപ്സ് പോലുള്ള പ്രൊസീജിയർ, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന ഷണ്ട് ഒക്ലൂഷൻ പോലത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് എവിഡൻസും പറയുന്നത് പറഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ടിപ്സും ചെയ്താൽ അവരുടെ പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ലൈഫ് ഇറ്റ് വിൽ ബി ബെറ്റർ ഈവൻ ഫോർ സർജൻസ്, കുറേ കൂടി ഈസിയറാണ്. ഈ ഓർഗൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്, ലിവറിനെ പറ്റി സംസാരിച്ചു. അതേപോലെ തന്നെ നമ്മൾ ഈ ക്ലിനിക്കിൽ നമുക്ക് ഫൈബ്രോയിഡ് റിലേറ്റഡ് പ്രശ്നങ്ങളായിട്ടാണ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, യൂട്രസിൽ നിന്നുള്ള മുഴകൾ, യൂട്രൈൻ ഫൈബ്രോയിഡ്. അതുപോലെ ഇപ്പോൾ കൂടുതലായിട്ട് പ്രോസ്റ്റേറ്റിന്, നമ്മുടെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റിന് ഉള്ള ചികിത്സ, അതിന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയുടെ റോളിനെ പറ്റി രോഹിത് എന്താ പറയുന്നത്? ഇപ്പം യൂട്രൈൻ ഫൈബ്രോയിഡ്സ് പറഞ്ഞാൽ യൂട്രസിലെ ഗർഭപാത്രത്തിലെ വീക്കം, അത് നോൺ ക്യാൻസറസ് ആണ്. ആൻഡ് അതിൻ്റെ പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ മോർ ദൻ 50 to 60% ആണ് ഈ കാണുന്നത്, ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സ് കാണുന്നത്. അപ്പം മുന്നേ സർജറിയോ അല്ലെങ്കിൽ യൂട്രസ് എടുത്ത് മാറ്റുക, അതെല്ലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഇപ്പോഴും സെലക്റ്റഡ് പേഷ്യൻസിന് അതായിരിക്കും ട്രീറ്റ്മെൻറ്റ്. പക്ഷെ എന്നാലും ഇപ്പം കുറേയും കൂടി ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ഇതുപോലെ തന്നെ രക്തക്കുഴൽ വഴി പോയി ഒരു മണിക്കൂറിലൊരു പ്രൊസീജിയറാണ്. പാർട്ടിക്കിളിട്ട് ആ ആർട്ടറിനങ്ങ് ബ്ലോക്ക് ചെയ്തേക്കും. സോ അതിൻ്റെ വൺ തിങ്, ഇറ്റ്സ് എ ഓർഗൻ പ്രിസർവിങ് പ്രൊസീജിയർ. യൂട്രസ് ചില പേഷ്യൻസ്, സ്പെഷ്യലി ദ ലേഡീസ്, ഇന്ത്യൻ ലേഡീസിന് അത് ഇറ്റ്സ് സംതിങ് ക്ലോസ് ടു ഹാർട്ട്. ദേ വുഡൻറ്റ് ലൈക്ക് ടു ലൂസ് ദ യൂട്രസ്. അപ്പം ഒരു ഓർഗൻ പ്രിസർവിങ് ഒരു പ്രൊസീജിയറാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ. ആൻഡ് ഹൈലി സക്സസ്ഫുള്ളും പിന്നെ ഇവൻ ഇനഫ് എവിഡൻസും ഉണ്ട്, മോർ ദൻ 15 years. Another group will be people who have got high risk for surgery. Correct. ഹൈ റിസ്ക് ഫോർ സർജറി. ഇപ്പം വേറെ വല്ല അസുഖം വല്ലതുണ്ടെങ്കിൽ, ഹാർട്ടിൻ്റെയോ വേറെ വല്ല അസുഖം ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഹിസ്റ്ററക്ടമി ചെയ്യാനുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടാവില്ല. അതെ, ഞങ്ങൾ ഇത് എന്ത് ചെയ്താലും എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിൻ അപ്രോച്ച് ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ മറക്കരുത്, എപ്പോഴും we involve the gynecologist and have a discussion and do the procedure. I think that is very crucial. I think, and that is one of the biggest advantages we have here, is that we as a hospital in Aster Medcity, we encourage and heavily depend upon a multidisciplinary approach to deciding which patient will benefit from a particular type of treatment. And also in giving the information for the patients also, it is very important. I think for any patient who is watching or listening, or anybody listening to this program, I think it is always important to ask for alternative approaches whenever you are presented with a
a surgical option. I think that is extremely important. It may not. I think in several conditions, patients may need a surgery. Correct. But there are also significant number of conditions where they may not have to go through a major surgical procedure, and that decision has to be taken by a multidisciplinary team who is well versed with all these Correct, aspects of treatment. അല്ലേ? So that is one of the biggest advantages in Aster Medcity. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിനെ കുറിച്ച് അദ്ദേഹം അതെ, പ്രോസ്റ്റേറ്റ് again നോൺ ക്യാൻസറസ് എൻലാർജ്മെന്റ്, BPH, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയും. Again, ഇന്ന് വളരെ കോമൺ ആണ് കേരളത്തിൽ. വളരെ കോമൺ ആണ്. I think out of 10 people, what do you think, Dr. Vijay, more than 6 to 7 people will be having this symptomatic. അവരും ഇപ്പം ഒരു സെർട്ടൻ ഞങ്ങൾ ഒരു സ്കോർ ചെയ്യും, പ്രോസ്റ്ററ്റിക് സിംറ്റം സ്കോറും ക്വാളിറ്റി ഓഫ് ലൈഫ് സ്കോർ ചെയ്യും. അപ്പോൾ അത് പുവർ സ്കോർസ് ആണെങ്കിൽ ദേ നീഡ് സം കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അപ്പം അവർ കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഈ മെഡിസിൻസ് കഴിച്ചിട്ട് അതൊന്ന് കുറക്കാൻ നോക്കുക. അത് ഓക്കെ, ഇറ്റ്സ് അക്സെപ്റ്റബിൾ. പക്ഷേ എത്ര വർഷം കഴിക്കും? Then the second option used to be or is still a surgical option, which is a big surgery, ഈ resection of prostate എന്ന് പറയുന്നത്. അപ്പം ചിലവർക്ക് ഞങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംപ്ലോയിസേഷൻ ചെയ്യാം. Again, as you always said, Dr. Vijay, is that we have to have the urologist with us. And we have a meeting. പക്ഷേ ഓപ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. There's a small group of patients who might benefit from prostate. It's an evolving treatment, and patient selection is very important. I think that, it is absolutely crucial that we give that the treatment, the new types of treatments are given to the right type of patients, and they are picked very carefully by a team of experts. Yes. So that point cannot be overemphasized. ഇനി നമ്മൾ ക്ലിനിക്കിൽ നമ്മളുടെ ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന സർവീസസിൽ തന്നെ നമ്മൾ ക്ലിനിക്കിൽ കാണുകയും ഫോളോ അപ്പ് വൺ ആസ്പെക്ട് ഓഫ് ദ ക്ലിനിക് ഈസ് ടു സീ ന്യൂ പേഷ്യൻസ്, ആൻഡ് വിൽ ഓൾസോ ബി ഫോളോയിങ് അപ്പ് എ ലോട്ട് ഓഫ് അവർ പേഷ്യൻസ് ഇൻ ദ ക്ലിനിക്, മേക്കിംഗ് ഇറ്റ് വെരി ഈസി ഫോർ ദം ടു സീ എ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആൻഡ് ഓൾസോ ടു അറേഞ്ച് ഫോർ ഫോളോ അപ്പ് ടെസ്റ്റ്. അതിനെല്ലാത്തിനുമുള്ള സൗകര്യം ഉണ്ടാവും. ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു ഏരിയയാണ് വേരിക്കോസ് വെയിൻ. ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് നമുക്ക് വരുന്നുണ്ട് വേരിക്കോസ് വെയിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ബ്രിജേഷ്, അതിനെ പറ്റിയിട്ട് ഒരു വെരിക്കോസ് വെയിൻ കാലാകാലങ്ങളിലായിട്ട് അതിൻ്റെ ചികിത്സാ രീതികൾ പല വേറിട്ട പല ചികിത്സാ രീതികളുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റാണ് കൂടുതലായിട്ടും കാണുന്നത്. പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായിട്ട് സർജറിക്ക് പ്രചാരം കുറഞ്ഞു വരികയാണ്. കാരണം പലപ്പോഴായിട്ട് നമ്മൾ അബ്ലേഷൻ ടെക്നിക്സ്, അതായത് ലേസറിലാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ലേസർ കഴിഞ്ഞ് ഇപ്പോൾ RF അല്ലെങ്കിൽ മൈക്രോവേവ് വെച്ചിട്ട് നമുക്ക് ഈ വെരിക്കോസ് വെയിൻ പൂർണ്ണമായും തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് ഗ്ലൂ എന്ന് പറയുന്നത്, അതായത് ഈവൻ ലേസറിൻ്റെയോ RFൻ്റെയോ ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ രാവിലെ വന്നിട്ട് 1 മണിക്കൂറത്തെ പ്രൊസീജിയർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിയുമ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോകാമെന്നുള്ള അവസ്ഥയിലുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ഗ്ലൂ ഇഞ്ചക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് കാലിലൂടെ ഒരു ചെറിയ ട്യൂബ് കടത്തി വിട്ടിട്ട്, അതായത് വെരിക്കോസ് വെയിൻ ഡയലേറ്റ് ചെയ്തിരിക്കുന്ന വെയിനിലൂടെ നമുക്ക് ചെറിയൊരു ട്യൂബ് കടത്തി വിട്ടിട്ട് അത് ഒരു ഗ്ലൂ പോലത്തെ പാർട്ടിക്കിൾ വെച്ച് ഇഞ്ചെക്ട് ചെയ്ത് ആ വെയിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതും പേഷ്യൻ്റ് സെലക്ഷൻ, നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യൻ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർജനുമായിട്ട് കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. ഈ വീനസ് ഡിസോർഡേഴ്സിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, അനദർ ഏരിയ വേർ വി ഡീൽ വിത്ത് എ ലോട്ട് ഓഫ് വെയിൻസ് ഈസ് ഇൻ ഫിസ്റ്റുല, in hemodialysis fistula. I think we have been because ഈ ഡയാലിസിസ് വേണ്ട പേഷ്യൻസിനെല്ലാം ആർട്ടറിയോവീനസ് ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പല പേഷ്യൻസിനും മൾട്ടിപ്പിൾ ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഫിസ്റ്റുല സാൽവേജിങ്, അതായത് കഴിയുന്നത്രത്തോളം ഫിസ്റ്റുലയെ നിലനിർത്തുക എന്നുള്ളതിനകത്ത് ഈ വീനസ് പ്രൊസീജിയേഴ്സ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. രോഹിത്, അതിനെ പറ്റിയിട്ട് എന്ത് പറയുന്നു? ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ ഡോക്ടർ വിജയ് ഡൺ മോർ ദാൻ 50-60 കേസസ്. ഇപ്പം ഈ ആർട്ടറിയോ വീനസ് ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു നോർമൽ അനാറ്റമിനെ ഓൾട്ടർ ചെയ്യാണ്. അപ്പം ദാറ്റ് ഇസ് ടു ഹെൽപ്പ് ദ പേഷ്യൻറ്റ്, റീനൽ ഫെയിലിയർ പേഷ്യൻസിന്, ഡയാലിസിസിന്. പക്ഷേ ഇടയ്ക്ക് ചിലപ്പം അത് ഫെയിലാവാൻ സാധ്യതയുണ്ട്. ആ വെയിൻസ് നാരോ ആയത് ഫെയിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം മുന്നേ എഗെയിൻ ഈവൻ 4 years മുന്നേ അവരെന്താ ചെയ്യുന്നത്, അവർ ആ ഫിസ്റ്റിൽ ക്ലോസ് ചെയ്തിട്ട് അടുത്ത ഫിസ്റ്റിൽ ചെയ്യും. Again you are changing the anatomy or changing the anatomy, which is not the right thing. ഈ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് ലോക്കൽ അനസ്തീഷ്യയിൽ ഞങ്ങൾക്ക് ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി വഴി ആ വെയിനിൽ പോയി അത് ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ആ ഫിസ്റ്റിലിനെ മാക്സിമം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നൗ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ദിസ് തിങ് ഇൻ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ഇസ് ന്യൂറോ ഇൻ്റർവെൻഷൻ. ഹൈലി സ്പെഷ്യലൈസ്ഡ് ഒരു ബ്രാഞ്ചാണ്. ഓപ്പോസിറ്റ് ഡോക്ടർ വിജയ് ഇസ് എക്സ്ട്രീംലി എക്സ്പീരിയൻസ്. അതിനെപ്പറ്റി എന്താ വാട്ട് ഓൾ യു ക്യാൻ ഡു ഡോക്ടർ വിജയ്, അതിനെപ്പറ്റി കുറച്ചുകൂടി പറയാൻ പറ്റും ഞങ്ങൾക്ക്? ഇൻ്റർവെൻഷണൽ ന്യൂറോ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ആസ് രോഹിത് യൂസ് മെൻഷൻ കറക്റ്റ്ലി,
it has grown significantly in the last 10 years, ever since some major trials happened in the West. അതിലൊരു വലിയ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ബ്രെയിൻ അന്യൂറിസംസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ബ്രെയിൻ അന്യൂറിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അന്യൂറിസം പോലെ തന്നെ, പക്ഷേ ഇത് ചെറിയ കുമിളകൾ രക്തക്കുഴലുകളിൽ ബ്രെയിനിൽ വരുന്നു. അത് സാധാരണ അത് പൊട്ടിക്കഴിഞ്ഞതിനായിരിക്കും മോസ്റ്റ് കോമൺലി നമ്മൾ കാണുന്നത് ഈ കുമിള പൊട്ടി ബ്രെയിനിനകത്ത് ബ്ലീഡിങ് ഉണ്ടായിട്ട് സബറെക്കനോയിഡ് ഹെമറേജ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനായിട്ട് വരുന്ന പേഷ്യൻസാണ് കോമൺ. ബട്ട് ദർ ഇസ് ഓൾസോ എ പ്രൊപ്പോർഷൻ ഓഫ് പേഷ്യൻസ് വെയർ ഇപ്പോൾ നമ്മൾ ഇമേജിങ് ഒരുപാട് യൂസ് ചെയ്യുന്ന കാരണം ഈ അന്യൂറിസം പൊട്ടുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അൺറപ്ചേർഡ് സ്റ്റേജിൽ തന്നെ കാണുന്ന അന്യൂറിസംസും ഉണ്ട്. റപ്ചേർഡ് അന്യൂറിസംസ് ജനറലി ഒരു ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്യൂറിസം ട്രീറ്റ് ചെയ്യണം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ഷിഫ്റ്റ് കഴിഞ്ഞ ഒരു 10-15 ഇയേഴ്സായിട്ട് മെഡിക്കൽ ഫീൽഡിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പ്രിഡോമിനൻ്റ്ലി ഈ റപ്ചർ ചെയ്ത അന്യൂറിസം നമുക്ക് രക്തക്കൊഴൽ വഴി പോയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതാണ് പ്രിഫർ ചെയ്യേണ്ടത്. അതായത് കോയിലിംഗ് എൻഡോവാസ്കുലർ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഒരു അക്യൂട്ട് ഒരു പ്രശ്നമുള്ള ഒരു പേഷ്യൻറ്റിന് ഒരു മേജർ ബ്രെയിൻ സർജറി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിരിക്കും. എല്ലാ പേഷ്യൻസിനും അല്ല പറയുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മൾ UK പ്രാക്ടീസ് അല്ലെങ്കിൽ ജപ്പാൻ, US മുതലായ കൺട്രീസിൽ പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 90 to 95% അന്യൂറിസംസ് ആർ ട്രീറ്റഡ് ബൈ ഗോയിങ് ത്രൂ ദ ബ്ലഡ് വെസൽ. ദർ ഇസ് നോ നീഡ് ഫോർ സർജറി. പിന്നെ ഉള്ളത് ഇപ്പോൾ നമുക്ക് അന്യൂറിസംസ് അല്ലാതെ ബ്രെയിനിൽ ബ്ലീഡിങ് വരുത്തുന്ന വേറൊരു കണ്ടീഷനാണ് ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ എന്ന് പറയും, AVMs. അന്യൂറിസം പോലെ അത്ര സാധാരണമല്ല, പക്ഷേ അഗെയിൻ വി ആർ സീയിങ് പേഷ്യൻസ് എസ്പെഷ്യലി സ്പെഷ്യലൈസ്ഡ് ന്യൂറോ സെൻറ്റേഴ്സിൽ അതൊരു അൺകോമൺ കണ്ടീഷനല്ല. രക്തക്കൊഴലുകൾ തമ്മിൽ കെട്ടുപിണഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റി, അതിനാണ് AVM അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്യൂറൽ ഫിസ്റ്റുല ഇങ്ങനെയുള്ള പല. ഇതെല്ലാം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാക്കാം, ചിലപ്പോൾ അതിന് മുമ്പായിട്ടും നമ്മൾ കണ്ടുപിടിച്ചു എന്നായിരിക്കും. അതിൽ ഈ രക്തസ്രാവം ഉണ്ടായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. രക്തസ്രാവം ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റേജ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ദേ മേ നീഡ് ട്രീറ്റ്മെൻറ്റ്. അഗെയിൻ ഈ കണ്ടീഷൻസിലെല്ലാം രക്തക്കൊഴലിൽ കൂടി പോയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഒരു വലിയൊരു ഫീൽഡായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം വേണ്ടത് അപ്പാർട്ട് ഫ്രം ദ മൾട്ടി ഡിസിപ്ലിനറി ടീം ആൻഡ് ദ ക്രിട്ടിക്കൽ കെയർ ടീം, ഗുഡ് അനസ്തറ്റിക് സപ്പോർട്ട്, യു ഓൾസോ നീഡ് എ വെരി ഗുഡ് ഇൻഫ്രാസ്ട്രക്ചർ. ആ ഇൻഫ്രാസ്ട്രക്ചറിൽ ആസ് യു നോ വി ആർ quite privileged to have probably one of the world's best infrastructure in Aster Medcity, and especially our biplane cath lab, which is a hybrid cath lab where we can also do surgical procedures on the same table if necessary. അന്യൂറിസം എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ ഒരു വലിയൊരു ചേഞ്ച് വന്നതുപോലെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനകത്ത് വന്ന ചേഞ്ചാണ് അക്യൂട്ട് സ്ട്രോക്കിൽ ഇൻ്റർവെൻഷണൽ പ്രൊസീജിയേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ അക്യൂട്ട് സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഹൈപ്പർ അക്യൂട്ട് സ്ട്രോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് സ്ട്രോക്ക് സംഭവിച്ച് വിത്തിൻ ഒരു ഫ്യൂ അവേഴ്സ്, 3-4 hours, അതാണ് നമ്മുടെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത്. സ്ട്രോക്ക് ഓരോ മണിക്കൂറിലും നമ്മളുടെ മില്യൺസ് ഓഫ് ന്യൂറോൺസ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ട്രോക്ക് സംഭവിക്കുന്ന പേഷ്യൻസിന് പണ്ട്, അതായത് ഒരു 3-4 വർഷം മുമ്പ് വരെയുള്ള മെയിൻ ചികിത്സ എന്താണെന്ന് വെച്ചാൽ ക്ലോട്ട് കൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത്. ഇസ്കീമിക് സ്ട്രോക്ക്, അതായത് രക്തക്കുഴൽ, ബ്രെയിനിലേക്കുള്ള രക്തക്കുഴൽ അടഞ്ഞു പോകുന്നു. അപ്പോൾ ആ അടവ് തുറക്കുന്നതിന് നമുക്ക് കുത്തിവെക്കാവുന്ന മരുന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മരുന്ന് പലപ്പോഴും ലാർജ് ബ്ലഡ് വെസലാണെങ്കിൽ, അതായത് വലിയ രക്തക്കുഴൽ, ബ്രെയിനിലേക്ക് പോകുന്ന വലിയ രക്തക്കുഴലിലാണ് അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുത്തിവയ്ക്കുന്ന മരുന്ന് കൊണ്ട് ക്ലോട്ട് അലിയില്ല. അപ്പോൾ പേഷ്യൻസ് ഔട്ട്കംസ് വെയർ ബാഡ്. ഇൻ ദ ലാസ്റ്റ് 2 to 3 years ഈ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറഞ്ഞിട്ടുള്ള ചികിത്സ ഇതിൽ വലിയൊരു വ്യത്യാസം കൊണ്ടുവരുന്നുണ്ട്. അതായത് ബ്രെയിനിലേക്കുള്ള വലിയ രക്തക്കുഴൽ അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലിലെ രക്തക്കുഴലിൽ കൂടി പോയിട്ട് അല്ലെങ്കിൽ കയ്യിലെ രക്തക്കുഴലിൽ കൂടി പോയിട്ട് ബ്രെയിനിലുള്ള ബ്ലഡ് വെസലിനകത്ത് പോയി ആ ക്ലോട്ട് മാറ്റിക്കളയുക, ക്ലോട്ട് വലിച്ചെടുക്കുക, either using a stent or using aspiration. There are different methods. So whatever method you use, the aim is to ആ ക്ലോട്ട് മാറ്റുക, ബ്ലഡ് ഫ്ലോ re-establish ചെയ്യുക. So if you can do that re-establishment of blood flow within a certain period of time, so time is extremely critical. So that is why we have all these catchphrases, and in fact in Aster, for the whole of Aster, we in interventional radiology coined the term FASTER, which means fast to Aster. So FASTER was coined by us based on our experience and our setting up of protocols and protocol-driven treatment for acute stroke in Aster Medcity. So we have treated several patients where we try to get imaging, everything done so quickly from emergency department within say half an hour of them reaching the hospital, and within 45 minutes they are shifted to the cath lab and we get on with the mechanical thrombectomy. അപ്പോൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി സർവീസസിനെ പറ്റിയും പിന്നെ നമ്മളിവിടെ ആസ്റ്റർ മെഡ്സിറ്റിയിൽ ഇപ്പോൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ക്ലിനിക്കിനെ പറ്റിയും ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്.
ഈ ക്ലിനിക്കിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തലച്ചോറിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ, സ്പൈനൽ കോർഡിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ അയോട്ട, നമ്മുടെ പ്രധാന രക്തധമനി, പിന്നെ രക്തക്കൊഴലുകൾ, അതിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ ലിവർ, പാൻക്രിയാസ്, ബിലിയറി ട്രീ, ഇങ്ങനെ ബൈൽ ഡക്റ്റ്, ജോണ്ടിസ്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ബ്ലീഡിങ്, വാരിസീൽ ബ്ലീഡിങ്, ഇത്തരം കണ്ടീഷൻസ്, ലിവർ ട്യൂമേഴ്സിനുള്ള അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ്സ്, പെയിൻ റിലേറ്റഡ് പ്രൊസീജിയേഴ്സ്, ഒരുപാട് പെയിൻ കുറയ്ക്കാൻ പറ്റുന്ന പല പ്രൊസീജിയേഴ്സ്, എസ്പെഷ്യലി ബോൺസിനും മറ്റും വരുന്ന ഓസ്റ്റിയോമ മുതലായ കണ്ടീഷൻസിന് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്ന് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ലഭ്യമാണ്. ഇത്തരം പല, ഞാൻ നേരത്തെ ചുരുക്കി പറഞ്ഞതുപോലെ തലച്ചോറ് തൊട്ട് താഴെ കാൽപാദം വരെയുള്ള മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ഒരു ഓപ്ഷൻ ഉണ്ടായേക്കാം. അപ്പോൾ അത്തരം ഓപ്ഷൻസിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് നമ്പർ ഉണ്ടാവും. നിങ്ങളുടെ കമൻസ് അവിടെ പറയാൻ പറ്റും. അത് ഞങ്ങൾ ശ്രദ്ധിച്ച് അതിന് വേണ്ട സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.